നമസ്കാരം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യം. സ്വപ്നങ്ങൾ തിരിച്ചു പിടിക്കാൻ TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. ഡിവൈഎഫ്ഐ സംസ്ഥാന സമ്മേളനത്തിന് തൃശൂരിൽ കൊടി ഉയർന്നു. വ്യാഴാഴ്ച നടക്കുന്ന പ്രതിനിധി സമ്മേളനം ചലച്ചിത്ര നടൻ പ്രകാശ് രാജ് ഉദ്ഘാടനം ചെയ്യും. തൃശൂരിന്റെ തനത് കലാരൂപമായ പുലിക്കളിയെയും കലാകാരന്മാരെയും അപകീർത്തിപ്പെടുത്തുന്ന സമൂഹമാധ്യമ പോസ്റ്റുമായി ചലച്ചിത്ര നടൻ VK ശ്രീരാമൻ. പരാമർശം പിൻവലിച്ച് VK ശ്രീരാമൻ മാപ്പ് പറയണമെന്ന അയ്യന്തോൾ പുലിക്കളി സംഘം. തൃശൂർ ജില്ലയ്ക്ക് എയിംസ് അനുവദിക്കുകയാണെങ്കിൽ പീച്ചിയെ പരിഗണിക്കാമെന്ന് K രാജൻ MLA. ആരോഗ്യ ടൂറിസം മേഖലകളെ ഒരുമിച്ച് വളർത്താൻ പീച്ചിയാണ് ഏറ്റവും അനുയോജ്യമായ സ്ഥലമെന്ന് MLA. കൊല്ലൂർ ചിയ്യാരത്ത് MDMAയുമായി റിട്ടയേർഡ് SP-യുടെ മകനും കൂട്ടാളിയും പിടിയിൽ. റിട്ടയേർഡ് SP ഉണ്ണിരാജയുടെ മകൻ അഭിജിത്ത്, സുഹൃത്ത് വിയൂർ സ്വദേശി റോജർ V ഡേവിഡ് C എന്നിവരാണ് അറസ്റ്റിലായത്. വാർത്തകൾ വിശദമായി. ഡിവൈഎഫ്ഐ 16-ാം സംസ്ഥാന സമ്മേളനത്തിന് തൃശൂരിൽ കൊടി ഉയർന്നു. പതാക, കൊടിമര, ദീപശിഖ ജാഥകൾ ശക്തൻ സ്റ്റാൻഡ് പരിസരത്ത് എത്തിച്ചേർന്നതിനെ തുടർന്ന് ഇൻഡോർ സ്റ്റേഡിയത്തിനടുത്തുള്ള കോർപ്പറേഷൻ മൈതാനിയിൽ സ്വാഗത സംഘം ചെയർമാൻ KV അബ്ദുൽ ഖാദർ പതാക ഉയർത്തി. പ്രതിനിധി സമ്മേളനം വ്യാഴാഴ്ച റീജിയണൽ തിയേറ്ററിൽ ചലച്ചിത്ര നടനും ആക്ടിവിസ്റ്റുമായ പ്രകാശ് രാജ ഉദ്ഘാടനം ചെയ്യും. 21-ന് വൈകിട്ട് 5-ന് രക്തസാക്ഷി കുടുംബസംഗമം നടക്കും. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്യും. 22-ന് നേതാജി ഗ്രൌണ്ടിൽ നടക്കുന്ന പൊതുസമ്മേളനം പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. SFI അഖിലേന്ത്യാ ജോയിന്റ് സെക്രട്ടറി ഐഷി ഘോഷ് മുഖ്യപ്രഭാഷണം നടത്തും. 22 വരെ നടക്കുന്ന സമ്മേളനത്തിൽ 620 പ്രതിനിധികളാണ് പങ്കെടുക്കുന്നത്. ആദ്യമായാണ് ഡിവൈഎഫ്ഐ സംസ്ഥാന സമ്മേളനത്തിന് തൃശൂർ വേദിയാകുന്നത്. മറ്റു രക്തസാക്ഷി കുടീരങ്ങളിൽ നിന്നും വന്ന ദീപശിഖ ജാഥകൾ സ്ഥാപിക്കലാണ്. ഈ ദീപശിഖ കേന്ദ്രത്തിനകത്ത് നിൽക്കുന്ന എല്ലാ ആളുകളും ദീപശിഖ സ്ഥാപിക്കുന്നതിന് വേണ്ടി ക്ഷണിക്കുന്നു. ആവേശജലമായ ഡിവൈഎഫ്ഐയുടെ 16-ാം സംസ്ഥാന സമ്മേളനത്തിന് ഇവിടെ പതാക ഉയർന്നിരിക്കുകയാണ്. ഈ സമ്മേളനത്തിന്റെ വിജയത്തിന് വേണ്ടി വിവാദങ്ങളേറെ കനത്തു നിൽക്കുന്ന അന്തരീക്ഷത്തിലാണ് ഡിവൈഎഫ്ഐ സംസ്ഥാന സമ്മേളനത്തിന് തൃശൂരിൽ തുടക്കമായത്. നേതാക്കളുടെ ശൈലിക്കെതിരെ സമ്മേളനത്തിൽ രൂക്ഷ വിമർശനമുയർന്നേക്കും. ആതിഥേയ ജില്ലയായ തൃശൂരിൽ ഒട്ടേറെ വിവാദങ്ങളാണ് ഡിവൈഎഫ്ഐയെ ചൂഴ്ന്നു നിൽക്കുന്നത്. കഴിഞ്ഞ സമ്മേളനത്തിന് ശേഷം ജില്ലയിൽ സംഘടനയുടെ തലപ്പത്തെത്തിയ 2 പേർക്ക് പദവിയൊഴിയേണ്ടി വന്നു. ജില്ലാ സെക്രട്ടറിയായിരുന്ന NV വൈശാഖിനെതിരെ വനിതാ നേതാവ് നൽകിയ പരാതി ഏറെ കോളിളക്കമുണ്ടാക്കി. ജില്ലാ സെക്രട്ടറി സ്ഥാനത്തു നിന്നും പുറത്തായ വൈശാഖിനെതിരെ CPM-ഉം അച്ചടക്ക നടപടിയെടുത്തിരുന്നു. പിന്നീട് കൊടകര ഏരിയ കമ്മിറ്റിയിലേക്ക് തിരിച്ചെടുത്ത വൈശാഖൻ ഇപ്പോൾ CPM വേദികളിൽ സജീവമാണ്. NV വൈശാഖിന് പകരമെത്തിയ VP ശരത് പ്രസാദും വിവാദത്തിൽ കുടുങ്ങി. CPM നേതാക്കൾ വലിയ സാമ്പത്തിക ഡീലുകൾ നടത്തുന്നവരാണെന്ന ശബ്ദ സന്ദേശം പുറത്തുവന്നതിന് പിന്നാലെ ശരത് പ്രസാദും പുറത്തേക്ക് തെറിച്ചു. ഡിവൈഎഫ്ഐ ജില്ലാ കമ്മിറ്റി ഓഫീസ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട വിവാദങ്ങളും സംഘടനയ്ക്കുള്ളിൽ ആഭ്യന്തര പ്രശ്നങ്ങൾ രൂക്ഷമാക്കി. ഈ പശ്ചാത്തലത്തിലാണ് സംസ്ഥാന സമ്മേളനത്തിന് തൃശൂർ ആതിഥ്യമരുളുന്നത്. പ്രതിനിധി സമ്മേളനത്തിലെ ചർച്ചകളുടെ ദിശ CPM-നും നിർണായകമാണ്. ജില്ലാ സമ്മേളനങ്ങളിൽ പിണറായി വിജയൻ അടക്കമുള്ള നേതാക്കളുടെ ശൈലിക്കെതിരെ രൂക്ഷ വിമർശനമുയർന്നിരുന്നു. സംസ്ഥാന സമ്മേളനത്തിലും ഇതിന്റെ പ്രതിഫലനങ്ങൾ ഉണ്ടായേക്കും. LDF-ന്റെ തെരഞ്ഞെടുപ്പ് തോൽവിയുടെ കാരണങ്ങളിലേക്ക് ചർച്ചകൾ നീളുമ്പോൾ നേതൃത്വത്തെ പ്രതിക്കൂട്ടിലാക്കുന്ന വിചാരണയ്ക്കും സാധ്യതയുണ്ട്. സമരങ്ങൾ ഏറ്റെടുക്കുന്നതിൽ സംഘടനാ നേതൃത്വം പരാജയപ്പെടുന്നുവെന്ന വിമർശനവും പ്രതിനിധികൾക്കിടയിലുണ്ട്. ഭാരവാഹികൾക്ക് 38 വയസ്സ് പ്രായപരിധി കർശനമാക്കിയത് ചിലരെ വെട്ടാനാണെന്ന വിമർശനവും ശക്തം. ഈ നിബന്ധന ഷിജു ഖാനും M ഷാജറിനും വിനയായപ്പോൾ ചിന്താ ജെറോമിനും M വിജിനും സംഘടനാ തലപ്പത്തേക്ക് വഴി തുറക്കുകയാണ്. എന്നാൽ സമ്മേളനങ്ങൾ കൃത്യസമയത്ത് നടക്കാത്തതുകൊണ്ട് പ്രായപരിധിയുടെ പേരിൽ പല മികച്ച നേതാക്കളും നേതൃനിരയിൽ നിന്ന് ഒഴിവാക്കപ്പെടുകയാണെന്ന വികാരവുമുയരുന്നു. TCV ന്യൂസ്, തൃശൂർ. തൃശൂരിന്റെ തനത് കലാരൂപമായ പുലിക്കളിയെയും കലാകാരന്മാരെയും അപകീർത്തിപ്പെടുത്തുന്ന സമൂഹമാധ്യമ പോസ്റ്റുമായി ചലച്ചിത്ര നടൻ VK ശ്രീരാമൻ. പുരുഷന്മാർക്ക് മാറും വയറും വളരുന്നത് രൂപവൈകൃതമാണ്. ആ വൈകൃതത്തെ കലയ്ക്ക് വേണ്ടി ഉപയോഗിക്കുക എന്നത് ആഭാസമാണ്. ലോകത്തൊരിടത്തും കണ്ടാൽ ഓക്കാനം വരുന്ന ഇത്തരമൊരു കലാവൈകൃതം ഉണ്ടാവില്ല. ഇത് ഒരു ഭാരതീയ കലയാണെന്നും
നാട്യശാസ്ത്രത്തിൽ ശാർദൂല വിക്രീഡിതം എന്ന ഈ കുംഭംകുലുക്കി കളിയെപ്പറ്റി പരാമർശമുണ്ടെന്നുമാണ് സുബ്രൻ സ്വാമി പറയുന്നതെന്നുമാണ് ശ്രീരാമന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. ഇതിനായി അയ്യന്തോൾ പുലിക്കളി ദേശത്തിന്റെ കളരിയുടെ സ്ക്രീൻഷോട്ട് ചിത്രവുമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പോസ്റ്റിന് താഴെ പിന്തുണയും അല്ലാതെയും നിരവധി പേരാണ് കമന്റുമായി എത്തുന്നത്. അതേസമയം ഒരു കലാകാരൻ കൂടിയായ ശ്രീരാമൻ പുലിക്കളിയെയും അതിൽ പങ്കെടുക്കുന്ന കലാകാരന്മാരെയും ഇത്തരത്തിൽ വിമർശിച്ചത് പുലിക്കളി സംഘങ്ങൾക്കിടയിൽ പ്രതിഷേധത്തിനിടയാക്കി. തങ്ങളുടെ കലാകാരന്മാരെ ചിത്രം സഹിതവും നാലോണ നാളിൽ സാംസ്കാരിക നഗരിയിൽ അരങ്ങേറുന്ന പുലിക്കളിയെയും ഈ വിധം അവഹേളിച്ചതിൽ ശക്തമായ പ്രതിഷേധമാണ് അയ്യന്തോൾ പുലിക്കളി സംഘം രേഖപ്പെടുത്തിയത്. വിഷയത്തിൽ പോസ്റ്റ് പിൻവലിച്ച് മാപ്പ് പറയണമെന്നാണ് സംഘത്തിന്റെ ആവശ്യം. TCV തൃശൂർ. തൃശൂർ ജില്ലയ്ക്ക് എയിംസ് അനുവദിക്കുകയാണെങ്കിൽ പീച്ചിയെ പരിഗണിക്കാമെന്ന് കെ രാജൻ MLA അഭിപ്രായപ്പെട്ടു. ഒല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു MLA. പീച്ചി ടൂറിസത്തിന്റെ ഒരു പ്രധാന ഡെസ്റ്റിനേഷനായി മാറിക്കൊണ്ടിരിക്കുകയാണെന്നും ആരോഗ്യം, ടൂറിസം മേഖലകളെ ഒരുമിച്ച് വളർത്താൻ പീച്ചിയാണ് ഏറ്റവും അനുയോജ്യമായ സ്ഥലമെന്നും MLA പറഞ്ഞു. വിശാലമായ ഭൂമി, മികച്ച കണക്ടിവിറ്റി, പ്രകൃതിരമണീയമായ അന്തരീക്ഷം എന്നിവയെല്ലാം പീച്ചിയുടെ പ്രത്യേകതയാണ്. ടൂറിസ്റ്റ് കേന്ദ്രം കൂടിയായ പീച്ചിയിൽ എയിംസ് വന്നാൽ ജില്ലയുടെ വികസനത്തിന് വലിയ കുതിപ്പുണ്ടാകും. എയിംസിനായി തൃശൂർ ജില്ല ശക്തമായി ആവശ്യം ഉന്നയിക്കേണ്ട സമയമാണിതെന്നും MLA കൂട്ടിച്ചേർത്തു. അപ്പോൾ എയിംസ് കേരളത്തിലേക്ക് വരണം എന്ന ആവശ്യം ദീർഘകാലമായിട്ട് മന്ത്രിയായിരിക്കുമ്പോൾ ഉൾപ്പെടെ ഞങ്ങൾ കേരളത്തിലെ ഗവൺമെൻറ്, കേന്ദ്ര ഗവൺമെൻറ്റിനോട് അഭ്യർത്ഥിച്ചാണ്. ഇപ്പോൾ വരുമെന്നൊരു അന്തരീക്ഷം ഉണ്ടാവും. അപ്പോൾ അങ്ങനെ അത് തൃശ്ശൂരിലേക്ക് വരും എന്ന ഒരു വാർത്ത കൂടി അതിൻ്റെ ഭാഗമായിട്ട് വരും. അങ്ങനെയുള്ളൊരു ഘട്ടത്തിൽ തൃശ്ശൂരിൽ എയിംസ് വരികയാണെങ്കിൽ അതിൻ്റെ ആസ്ഥാനമായി പീച്ചിയെ തിരഞ്ഞെടുക്കണം എന്നാണ് MLA എന്ന നിലയിലുള്ള ഒരു പ്രധാനപ്പെട്ട അഭ്യർത്ഥന. ഇക്കാര്യം കേന്ദ്രമന്ത്രിയോട് സംസാരിച്ചിരുന്നു. ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ ആരോഗ്യമന്ത്രിയോടും മുഖ്യമന്ത്രിയോടും ഇക്കാര്യം ശ്രദ്ധയിൽപ്പെടുത്തി. പീച്ചിയിൽ ഇറിഗേഷൻ ആവശ്യമായിട്ടുള്ള സ്ഥലമുണ്ട്. അവിടെ നമുക്ക് ഇറിഗേഷൻ വകുപ്പ് കൂടിയായിട്ട് ആലോചിച്ച് കണ്ടെത്താൻ കഴിഞ്ഞാൽ അതൊരു ഗുണകരമായ കാര്യമായിരിക്കും. പീച്ചി ആക്റ്റല്ലാതെ വരുന്ന സാഹചര്യമുണ്ടെങ്കിൽ കാർഷിക സർവകലാശാലയോടും ഈ കാര്യം കൃഷി വകുപ്പുമായി കൂടി ആലോചിക്കാം. കൊല്ലൂർ നിയോജകമണ്ഡലമായിരിക്കും ഇതിന് ഏറ്റവും ആപ്റ്റായിട്ടുള്ളൊരു സ്ഥലമായിട്ട് നിർദ്ദേശിക്കാറുള്ളത്. നേരത്തെ ഒന്നുകൊണ്ട് ആലോചിച്ചില്ല എന്ന് ചോദിച്ചാൽ നേരത്തെ നഗരകേന്ദ്രങ്ങളെ സംബന്ധിച്ചിടത്തോളം സ്ഥലങ്ങളാണ് നേരത്തെ ആലോചനയിൽ വന്നിരുന്നത്. ഒല്ലൂർ ചിയ്യാരത്ത് 5.5 ഗ്രാം MDMA-യുമായി റിട്ടയേർഡ് SP-യുടെ മകനും കൂട്ടാളിയും പിടിയിൽ. റിട്ടയേർഡ് SP ഉണ്ണിരാജയുടെ മകൻ ചിയ്യാരം സ്വദേശി ചന്ദ്രി നിവാസിൽ അഭിജിത്ത്, സുഹൃത്ത് വിയൂർ സ്വദേശി വടക്കൻ വീട്ടിൽ റോജർ വി ദേവസി എന്നിവരെയാണ് തൃശൂർ എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡ് അറസ്റ്റ് ചെയ്തത്. ഓപ്പറേഷൻ തണ്ടറിന്റെ ഭാഗമായി ഓണത്തോടനുബന്ധിച്ച് തൃശൂർ എക്സൈസ് എൻഫോഴ്സ്മെന്റ് ആന്റി നർക്കോട്ടിക് സ്ക്വാഡ് നടത്തിയ പരിശോധനയിലാണ് ഇരുവരും പിടിയിലായത്. പ്രതികൾ സഞ്ചരിച്ചിരുന്ന സ്കൂട്ടർ കസ്റ്റഡിയിലെടുത്തു. എക്സൈസ് ഇൻസ്പെക്ടർ N സുദർശനകുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് മയക്കുമരുന്ന് പിടികൂടിയത്. മാളയിൽ ഓടിക്കൊണ്ടിരുന്ന സ്വകാര്യ ബസിന് മുകളിലേക്ക് മരം ഒടിഞ്ഞു വീണു. ബസിന്റെ മുൻവശത്തെ ചില്ല് തകർന്നു. മാളയിൽ നിന്ന് ആലുവയിലേക്ക് പോയ ബസിന്റെ മുകളിലേക്ക് പ്ലാവിന്റെ കൊമ്പ് ഒടിഞ്ഞു വീഴുകയായിരുന്നു. ചാവക്കാട് ബ്ലാങ്ങാട് വീട് കുത്തിത്തുറന്ന് സ്വർണവും പണവും കവർന്ന കേസിലെ പ്രതികൾ അറസ്റ്റിൽ. കർണാടക സ്വദേശികളായ പ്രസാദ്, ഫയാസ് അഹമ്മദ് എന്നിവരാണ് അറസ്റ്റിലായത്. തൃശൂർ ജില്ലാ പോലീസ് കമ്മീഷണറുടെ പ്രത്യേക സംഘവും ചാവക്കാട് പോലീസും ചേർന്ന് കഴിഞ്ഞ ദിവസമാണ് പ്രതികളെ കർണാടകയിൽ നിന്ന് പിടികൂടിയത്. നിരവധി മോഷണ കേസുകളിലെ പ്രതികളാണിവരെന്ന് പോലീസ് പറഞ്ഞു. കഴിഞ്ഞ ജൂലൈ 12-ന് ചാവക്കാട് ബ്ലാങ്ങാട് സ്വദേശി പള്ളത്ത് മനയ്ക്കൽ അബ്ദുൾ കരീമിന്റെ വീട്ടിൽ നിന്ന് 6.5 പവൻ സ്വർണവും പണവും കവർന്ന കേസിലാണ് പ്രതികൾ പിടിയിലായത്. ഗുരുവായൂരിൽ അമൃത് കുടിവെള്ള പദ്ധതിക്കായി വെട്ടിപ്പൊളിച്ച റോഡ് പൂർവ്വസ്ഥിതിയിലാക്കാത്തത് യാത്രക്കാർക്ക് ദുരിതമാകുന്നു. നെന്മിനി മന്നം സ്മാരക റോഡിൽ മണ്ണിൽ താഴ്ന്ന മിനി ലോറി 6 മണിക്കൂറോളം റോഡിൽ കുടുങ്ങിയതോടെ ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടു. കാസർഗോഡ് നിന്ന് വെട്ടുകല്ലുമായി എത്തിയ മിനി ലോറിയാണ് കഴിഞ്ഞ ദിവസം റോഡിൽ താഴ്ന്നത്. സമീപത്തെ വീട് നിർമ്മാണത്തിനായി കല്ലുമായി എത്തിയ ലോറി വളവ് തിരിയുന്നതിനിടെ പിൻചക്രം റോഡരികിലെ മണ്ണിൽ താഴുകയായിരുന്നു. ലോറി റോഡിന് കുറുകെയായതോടെ ഇതുവഴിയുള്ള ഗതാഗതം പൂർണ്ണമായി നിലച്ചു. ലോറിയിലുണ്ടായിരുന്ന കല്ലുകൾ മുഴുവൻ ഇറക്കിയ ശേഷം മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ചാണ് ലോറി റോഡിൽ നിന്ന് നീക്കിയത്. റോഡ് വെട്ടിപ്പൊളിച്ചതിന് പിന്നാലെ മണ്ണിട്ട് മൂടിയെങ്കിലും ആവശ്യമായ രീതിയിൽ ഉറപ്പിക്കുകയോ ടാറിംഗ് നടത്തുകയോ ചെയ്യാത്തതാണ് വാഹനങ്ങൾ താഴാൻ കാരണമെന്നാണ് നാട്ടുകാരുടെ ആരോപണം. 2 ആഴ്ച മുമ്പ് ഒരു സ്കൂൾ വണ്ടി താന്നു, ഒരു 3 കാറുകൾ ഇതേമാതിരി താന്നു. ഒരിക്കൽ മെമ്പറോ ചോദിച്ചറിയാനെന്ന് ചോദിച്ചാൽ വിവരങ്ങൾ പറഞ്ഞിരുന്നു. എന്നിട്ട് മൂപ്പര് പറഞ്ഞ മുനിസിപ്പാലിറ്റിക്ക് എഴുതി കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. പക്ഷെ യാതൊരു സാധനം നോക്കില്ല. ഇത് സ്ഥിരം വന്ന് രാത്രിയൊക്കെ ഈ വണ്ടികൾ താഴുകയാണ്. യാതൊരു പ്രതികരണവും ഇല്ല. വളരെ അനാസ്ഥയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്.
അധികാരികൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇനി അപകടങ്ങൾ സംഭവിക്കും. അതുപോലെ സംഭവിച്ചത് കാര്യമില്ല. ഇപ്പൊ അപകടം സംഭവിച്ചില്ല, പക്ഷെ ലോറിക്ക് മറ്റേ കേട് വന്നിട്ടുള്ളൂ. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. നിരവധി തവണ നഗരസഭ അധികൃതരുടെ ശ്രദ്ധയിൽ വിഷയം കൊണ്ടുവന്നിട്ടും പ്രശ്നത്തിന് ശാശ്വത പരിഹാരം ഉണ്ടായിട്ടില്ലെന്നും നാട്ടുകാർ ആരോപിച്ചു. റോഡ് അടിയന്തരമായി പൂർവ്വസ്ഥിതിയിലാക്കി സുരക്ഷിതമായ ഗതാഗതം ഉറപ്പാക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. TCV ന്യൂസ്, ഗുരുവായൂർ. ഇടവേള. ഓണം സന്തോഷം പങ്കിടുന്ന നിമിഷങ്ങളുടെ ആഘോഷം. ആ നിമിഷങ്ങൾക്ക് സ്വർണത്തിന്റെ പുതിയ കയ്യൊപ്പ്. ഒമേഗ, the signature of gold. Tradition crafted to perfection. The rich taste of Kerala Payasam, now as creamy, indulgent ice cream. Every spoonful bursting with the timeless taste of India. French Dairy Matka Kulfi and Payasam ice cream. Only from French Dairy Ice Creams. French Dairy, a taste factory. ഫ്യൂച്ചർ ക്രെഡിറ്റ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ്സ് NBFCയുടെ പുതിയ ബ്രാഞ്ച് ആൻഡ് കോർപ്പറേറ്റ് ഓഫീസ് ഇനോഗ്രേഷൻ ഓഗസ്റ്റ് 22 രാവിലെ 10:45 കൈലാസം ടവർ, ചേറ്റുപുഴ, ഒളരി, തൃശൂർ. ഉദ്ഘാടനത്തിന് ഞാനും എത്തുന്നു. ഈ ശുഭമുഹൂർത്തത്തിന് സാക്ഷിയാകുവാൻ ഞാനും. അപ്പോ നേരിൽ കാണാം. ഫ്യൂച്ചറിനോടൊപ്പം ചേരൂ, ഭാവി സുദൃഢമാക്കൂ. പ്രമേഹം മൂലം കാലിലെ മുറിവ് പഴുത്ത് ഇനി കാൽ മുറിച്ചു മാറ്റുകയല്ലാതെ മറ്റു വഴികളില്ലെന്ന് ഡോക്ടർമാർ വിധി എഴുതിയോ? ഇനി ആ പേടി വേണ്ട. പ്രമേഹ ചികിത്സാ രംഗത്ത് വിദഗ്ധനായ സീനിയർ ഡയബറ്റോളജിസ്റ്റ് ഡോക്ടർ അതീവ ഗുരുതരമായ സാഹചര്യങ്ങളിൽ പോലും കാൽ മുറിച്ചു മാറ്റാതെ അത്യാധുനിക രീതിയിൽ ചികിത്സിച്ച് ഭേദമാക്കിയ വിജയകരമായ ചരിത്രം 5ാം വർഷത്തിലേക്ക്. സമഗ്ര പ്രമേഹ നിയന്ത്രണ ചികിത്സകൾ. ഇനി ഭയം വേണ്ട. പ്രമേഹ ബാധിതരുടെ കാലുകൾ മുറിച്ചു മാറ്റാതെ തന്നെ വിദേശ രാജ്യങ്ങളിൽ ഉൾപ്പെടെയുള്ള അത്യാധുനിക ചികിത്സാ രീതികളുമായി വിദഗ്ധരായ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ പ്രമേഹത്തെ നമുക്ക് കീഴടക്കാം. എറൈസ് നിങ്ങളോടൊപ്പം. എറൈസ് ഡയബറ്റീസ് ആൻഡ് ഫുഡ് കെയർ, വില്ലടം, നെല്ലുവായി. സുരക്ഷിതമായ കാലുകൾ, സന്തോഷമുള്ള ജീവിതം. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SJ Gold and Diamonds, SG Tower, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. കുറച്ച് നാച്ചുറൽ ആയിട്ട് അഭിനയിക്കടാ. ഓ, ഈ സാറന്നെ ഫുള്ളി നാച്ചുറലാ? ആടാ, ഫുള്ളി നാച്ചുറലാ. ഹരിത പേസ്റ്റ് നാച്ചുറൽ, ഹരിത സോപ്പ് ഇതും നാച്ചുറൽ, ഇത് ലതിക പേസ്റ്റ്, ഹരിത നാച്ചുറൽ ഹെയർ ഓയിൽ, അപ്പക്കുട്ടനുണ്ട് ഹരിത നാച്ചുറൽ ഹെയർ ഡൈ. ഹരിതയുള്ള കേരളം, ഹരിത കേരളം, ശരിക്കും നാച്ചുറൽ. Key OTT, 32 OTT platforms and all the live contents in single app. Subscribe now. Key OTT, one platform, 32 OTTs. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SJ Gold and Diamonds, SG Tower, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. വാർത്തയിലേക്ക്. തൃശൂരിൽ നിന്നുള്ള KK അനീഷ് കുമാറിനെ BJP മേഖലാ പ്രഭാരിയായി നിയമിച്ചു. തൃശൂർ, പാലക്കാട് ജില്ലകളുടെ ചുമതലയാണ് അനീഷിന് നൽകിയിരിക്കുന്നത്. അനൂപ് ആന്റണിക്ക് പത്തനംതിട്ട, ആലപ്പുഴ ജില്ലയുടെയും ഷോൺ ജോർജിന് എറണാകുളം, കോട്ടയം, ഇടുക്കി ജില്ലകളുടെ ചുമതലയും നൽകി. തിരുവനന്തപുരം, കൊല്ലം ജില്ലകളുടെ ചുമതല K സോമനും, കാസർകോട്, കണ്ണൂർ, വയനാട് ജില്ലകളുടെ ചുമതല VK സജീവനും, കോഴിക്കോട്, മലപ്പുറം ജില്ലകളുടെ ചുമതല V ഉണ്ണികൃഷ്ണനുമാണ്. ഓണത്തിന് ശേഷം BJP ദേശീയ അധ്യക്ഷൻ കേരളത്തിലെത്തും. 2 ദിവസത്തെ സന്ദർശനത്തിൽ സംഘടനാ വിഷയങ്ങൾ വിശദമായി ചർച്ച ചെയ്യുമെന്ന് BJP വൃത്തങ്ങൾ അറിയിച്ചു. വരന്തരപ്പിള്ളിയിൽ 16ഓളം പേരെ ആക്രമിച്ച തെരുവ് നായയെ നിരീക്ഷണത്തിലാക്കി. പാലക്കട ബാലൻ, പനയമ്പാടൻ സുബ്രൻ എന്നിവർ നായയുടെ കടിയേറ്റ് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തേടി. കഴിഞ്ഞ ദിവസം വരന്തരപ്പിള്ളി അങ്ങാടിക്ക് സമീപം മാവേലി സ്റ്റോറിന് മുന്നിൽ വെച്ചാണ് ബാലനെ നായ ആക്രമിച്ചത്. ഇതിന് പിന്നാലെയാണ് സുബ്രന് നേരെ ആക്രമണമുണ്ടായത്. വരന്തരപ്പിള്ളി അങ്ങാടി പരിസരത്ത് തെരുവനായ ആക്രമണം പതിവായതോടെ നാട്ടുകാർ ഭീതിയിലാണ്. അക്രമകാരിയായ നായയെ നാട്ടുകാർ പിടികൂടി പഞ്ചായത്ത് ഓഫീസ് വളപ്പിൽ കെട്ടിയിട്ട് നിരീക്ഷിച്ചു വരികയാണ്. ചാലക്കുടി VR പുരത്ത് തെരുവുനായ ശല്യം രൂക്ഷം. ഒരാൾക്ക് നായയുടെ കടിയേറ്റു. 2 വളർത്തുനായ്ക്കൾ ചത്തു. ആച്ചാണ്ടി വീട്ടിൽ ജോസിനാണ് വളർത്തുനായയിൽ നിന്നും കടിയേറ്റത്. വളർത്തുനായ ചത്തതിനെ തുടർന്ന് നടത്തിയ പോസ്റ്റ്മോർട്ടത്തിൽ പേവിഷബാധ സ്ഥിരീകരിച്ചു. VR പുരത്ത് നിരവധി വളർത്തുനായ്ക്കൾ തെരുവുനായ്ക്കളുടെ ആക്രമണത്തിനിരയായിട്ടുണ്ട്. മതിലുകൾ ചാടിക്കടന്ന് കൂട്ടത്തോടെ എത്തുന്ന തെരുവുനായ്ക്കളാണ് വളർത്തുനായ്ക്കളെ ആക്രമിക്കുന്നത്. നിരവധി തവണ പരാതി നൽകിയിട്ടും നഗരസഭാ അധികൃതർ നടപടി സ്വീകരിക്കുന്നില്ലെന്ന് നാട്ടുകാർ പറഞ്ഞു. ഇനി ഓണം പൊന്നോണം.
ഓണാഘോഷ പരിപാടികൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽ. പൊന്നോണ കാഴ്ചകൾ മങ്ങാതെ കാണാം. ഫ്യൂച്ചർ വെൽത്ത് ഗ്രൂപ്പ്, കേരള, കർണാടക ആൻഡ് തമിഴ്നാടു. വിശ്വാസത്തിന്റെ, വളർച്ചയുടെ, സ്ഥിരതയുടെ പാരമ്പര്യം. ഫ്രഞ്ച് ഡയറി ഐസ്ക്രീംസ്, എ ടേസ്റ്റ് ഫാക്ടറി. സാംസ്കാരിക തലസ്ഥാനത്തിന് ഒരു ഐസ്ക്രീം പെരുമ. എലിസ്റ്റ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഹോൾസെയിൽ ഡിസൈനേഴ്സ് ജുവലറി, പള്ളിക്കുളം റോഡ്, തൃശൂർ. സ്നേഹം പോലെ പരിശുദ്ധം. പഴമയുടെ തനിമയ്ക്കൊപ്പം പുതുമയുടെ ട്രെൻഡുകളും ചേർത്താണ് ജെൻസി തലമുറയുടെ ഓണാഘോഷം. ഓണത്തെ സ്വന്തം സ്റ്റൈലിൽ ആഘോഷിക്കുകയാണ് പുതുതലമുറ. പഴമയുടെ തനിമയ്ക്കൊപ്പം പുതുമയും ട്രെൻഡുകളും ചേർത്താണ് യുവതലമുറയുടെ ഓണാഘോഷം. സ്വന്തം സ്റ്റൈലിൽ ഓണാഘോഷത്തെ വരവേൽക്കുകയാണ് യുവതലമുറ. കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് കണ്ടറിയാം. കസവ് സാരിക്കും മുണ്ടിനുമൊപ്പം ട്രെൻഡി ആക്സസറികൾ, പരമ്പരാഗത പൂക്കളത്തിനൊപ്പം ക്രിയേറ്റീവ് ഡിസൈനുകൾ, ഓണസദ്യക്കൊപ്പം പുതിയ ഫുഡ് കോമ്പിനേഷനുകൾ, റെഡിമെയ്ഡ് പൂക്കളം, അങ്ങനെ നീളുന്നു ജെൻസി ഓണാഘോഷം. എന്നാൽ പഴയ രീതികൾ താല്പര്യപ്പെടുന്നവരും യുവതലമുറയിലുണ്ട്. എനിക്ക് കൂടുതൽ ട്രഡീഷണൽ ആയിട്ടുള്ള ഡ്രസ്സുകളാണ് ഇഷ്ടം. ഞാൻ കൂടുതലും പണ്ടത്തെ കാലഘട്ടത്തിൽ ജീവിക്കണ പോലെ എനിക്ക് ട്രെൻഡ് അത്ര താല്പര്യമില്ല. ഇഷ്ടമാണ്, എന്നാലും ഞാൻ കൂടുതൽ പണ്ടത്തെ പോലെ സെറ്റ് മുണ്ട്, സെറ്റ് സാരി അങ്ങനത്തെ. പൂക്കൾ കൊണ്ട് പരമ്പരാഗത ഡിസൈനുകൾ ഒരുക്കുന്നതിനൊപ്പം സിനിമ, കാർട്ടൂൺ കഥാപാത്രങ്ങളും ട്രെൻഡിംഗ് തീമുകളും വരെ പൂക്കളത്തിൽ ഇടം പിടിക്കുന്നു. തിരക്കേറിയ ജീവിതത്തിൽ പൂക്കളം ഒരുക്കാൻ ആവശ്യമായ സമയവും അധ്വാനവും ഇന്നത്തെ തലമുറയ്ക്ക് കണ്ടെത്താനാകുന്നില്ല. ഞാൻ ഇഷ്ടപ്പെടുന്നത് സാധാരണ പൂക്കളം ചെയ്യാൻ തന്നെ ആഗ്രഹിക്കുന്നത്. പക്ഷെ ഒരു ഫ്ലാറ്റിലേക്കാണെങ്കിലും ഓഫീസിലാണെങ്കിലും ഡെയിലി പൂക്കളം ഇടാൻ പറ്റുമോ? എളുപ്പമുള്ള കാര്യം. 10 മണിക്ക് ഒരു സ്ഥാപനം തുറക്കണോ? സ്റ്റാഫുകൾ 9 മണിക്ക് വന്നിട്ട്, അല്ലെങ്കിൽ ഓഫീസേഴ്സ് 9 മണിക്ക് 9:30 ഒന്നും പൂക്കളില്ല. ഇതങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ അവർക്കും പണി കുറവുണ്ട്, ഞങ്ങൾക്ക് സെയിൽ നടക്കുകയും ചെയ്യും. നമ്മളെല്ലാവരും ഇപ്പൊ ജെൻസി കാലഘട്ടത്തിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. പൂക്കി കാലഘട്ടമാണ്. പൂക്കളം പൂക്കിയായിട്ടുണ്ട്, അതിനൊരു കുറവ് വേണ്ട. ജെൻസിയുടെ ഒപ്പം നമ്മൾ പോവാ. നമ്മൾ പണ്ട് മാവേലിനെ ചവിട്ടി തടി കൊണ്ട് കാര്യമൊന്നുമില്ല. ഇന്നലെ കഴിഞ്ഞ ദിവസം ഇവിടെ അത്തപ്പൂക്കളത്തിന് മാവേലിനെ കെട്ടി തൂക്കി മുകളിലേക്ക് കയറ്റി. അതാരെങ്കിലും കണ്ടായിരുന്നോ? എല്ലാം പൂക്കിയമായാണ്. അപ്പൊ അതിൽ തന്നെ പോയിക്കൊണ്ടിരിക്കുക. പിന്നെ മുമ്പോട്ട് വെച്ച കാലൊന്നും പിന്നോട്ട് വെക്കാൻ പറ്റില്ല. പണ്ട് അങ്ങനെയായിരുന്നു, ഇപ്പൊ അങ്ങനെയല്ലല്ലോ. സോഷ്യൽ മീഡിയയിൽ ഓണത്തിന്റെ പുതിയ ഫാഷൻ ട്രെൻഡുകളും സജീവമാണ്. യുവാക്കളുടെ വസ്ത്രങ്ങളിൽ വിവിധ തരത്തിലുള്ള തെയ്യക്കോലങ്ങളും കഥകളി പോലുള്ള മറ്റ് കലാരൂപങ്ങളുടെ പ്രിന്റുകളുമാണ് ഒരുക്കിയിട്ടുള്ളത്. ഓണം സ്പെഷ്യൽ റീലുകൾ, ഫോട്ടോഷൂട്ടുകൾ എന്നിവയും തകൃതിയായി നടക്കുന്നു. ഇപ്പോഴത്തെ ജനറേഷൻ എന്ന് വെച്ചാൽ ഈ കോസ്റ്റ്യൂം മെയിനായിട്ട്, അതുപോലെ പോലത്തെ ഡ്രസ് ഇട്ടിട്ട് റീൽ ഷൂട്ട്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് ഇപ്പോൾ. അതായത് ഓണത്തിൻ്റെതായ സോങ് ഒക്കെ സെറ്റ് ചെയ്തിട്ട് ആ ഒരു വൈബ് പിടിച്ചിട്ടുള്ള. പിന്നെ ഈ പണ്ട് മുതലേ കേട്ടുള്ള ഈ പഴമക്കാര് പണ്ടുള്ള ഓണം, അങ്ങനത്തെ ഓണം ഇപ്പില്ല. ഒരു പറഞ്ഞ പോലെ വൈബ് ഓണാണ് ഇപ്പോ. കേരള സാരിക്കും ഇത്തവണ പുതിയ ഭാവമാണ്. കസവിന്റെ പരമ്പരാഗത സൗന്ദര്യത്തിനൊപ്പം പുത്തൻ കലാരൂപങ്ങളും ഡിസൈനുകളും കേരള സാരിയിൽ ഇടം പിടിച്ചിട്ടുണ്ട്. ടിഷ്യൂവില് നമ്മള് ഇപ്പോഴത്തെ ഫാൻസി മോഡല് കരകളും കളറുകളും, അതുപോലെ പ്രിന്റ്, നല്ല പ്രിന്റ് നോക്കും. എന്താണെന്ന് വെച്ചാൽ ഈ കലാപരമായിട്ടുള്ള പ്രിന്റുകൾ, കഥകളി, അതുപോലെ ഈ വലിയ മുണ്ടാണിയുള്ളത്, മൺകോട്ട്, ഇങ്ങനത്തെ എല്ലാ വെറൈറ്റിയും ഇപ്പോൾ കുട്ടികൾ എടുക്കും. ആഘോഷം വീട്ടുമുറ്റത്ത് മാത്രം ഒതുങ്ങുന്നില്ലെന്നും ഡിജിറ്റൽ ലോകത്തും ഓണം ആഘോഷിക്കുന്നുണ്ടെന്നാണ് ഹാരിസ് പറയുന്നത്. ഫാമിലി ആയിട്ട് അങ്ങനെയായിരുന്നു. ഇപ്പൊ അത് സോഷ്യൽ മീഡിയയിലാണ് കൂടുതലും ആൾക്കാർ ഷോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ചെയ്യുന്നത്. ട്രെൻഡുകൾക്കൊപ്പം പാരമ്പര്യത്തിനും യുവതലമുറ പ്രാധാന്യം നൽകി വരുന്നു. കുടുംബത്തോടൊപ്പമുള്ള ഓണാഘോഷവും വീട്ടിലെ ഓണസദ്യയും പൂക്കളവും ഓണപ്പാട്ടുകളുമെല്ലാം പുതിയ രീതിയിൽ അവതരിപ്പിക്കുകയാണ് യുവതലമുറയായ ജെൻസി. കാലം മാറി, ഓണത്തിന്റെ ആഘോഷ രീതികളും മാറി. പാരമ്പര്യത്തിന്റെ തനിമയും യുവതലമുറയുടെ പുതിയ ട്രെൻഡുകളും കൂട്ടിയിണക്കിയാണ് ജെൻസിയുടെ ഓണാഘോഷം. പഴമയെ ചേർത്ത് പിടിച്ച് യുവതലമുറയെ കൂട്ടുപിടിച്ച് ഈ ഓണാഘോഷവും നമുക്ക് വരവേൽക്കാം. ക്യാമറമാൻ റോയിയോടൊപ്പം ആവണി കെ സുരേഷ്, TC. ഓണാഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടാൻ പുതിയ ഓണപ്പാട്ട് ശ്രാവണപ്പുലരി പുറത്തിറങ്ങി. വടക്കേക്കാട് സ്വദേശിയായ അമിത്രജിത്ത് രചന നിർവഹിച്ച ഗാനത്തിന്റെ ദൃശ്യാവിഷ്കാരം ഒരുക്കിയത് രാജേഷ് ശ്രീധറാണ്. യൂട്യൂബ് ചാനലായ അക്ഷര കൗതുകം വഴിയാണ് ശ്രാവണപ്പുലരി പ്രേക്ഷകരിലേക്ക് എത്തുന്നത്.
ഓണാഘോഷ പരിപാടികൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽ. പൊന്നോണ കാഴ്ചകൾ മങ്ങാതെ കാണാം. ഫ്യൂച്ചർ വെൽത്ത് ഗ്രൂപ്പ്, കേരള, കർണാടക ആൻഡ് തമിഴ്നാടു. വിശ്വാസത്തിന്റെ, വളർച്ചയുടെ, സ്ഥിരതയുടെ പാരമ്പര്യം. ഫ്രഞ്ച് ഡയറി ഐസ്ക്രീംസ്, എ ടേസ്റ്റ് ഫാക്ടറി. സാംസ്കാരിക തലസ്ഥാനത്തിന് ഒരു ഐസ്ക്രീം പെരുമ. എലിസ്റ്റ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഹോൾസെയിൽ ഡിസൈനേഴ്സ് ജുവലറി, പള്ളിക്കുളം റോഡ്, തൃശൂർ. സ്നേഹം പോലെ പരിശുദ്ധം. ഇടവേള. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. എലിസ്റ്റ ഗോൾഡൻ ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ. കേരള വിഷൻ ബ്രോഡ്ബാൻഡ്, കണക്ട് ആൻഡ് വിൻ. നേടൂ 100 EV സ്കൂട്ടറുകൾ, ബമ്പർ സമ്മാനമായി EV കാർ, മറ്റനവധി സമ്മാനങ്ങളും. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് സബ്സ്ക്രൈബ് ചെയ്യൂ, റിന്യൂ ചെയ്യൂ. നിരവധി പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും. SJ ഗോൾഡൻ ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. ഇത് കാണുന്നത് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്താ ഈ കാണിക്കുന്നതെന്നല്ലേ. TV ഇനി ഫോണിലും കിട്ടും. കേരള വിഷൻ ഡിജിറ്റൽ TV സബ്സ്ക്രൈബേഴ്സിന് കീ OTTയിലെ KV Go ഫീച്ചർ വഴി TV ഇനി എവിടെയും കാണാം. വാർത്തയിലേക്ക്. തൃശൂർ മാനേജ്മെന്റ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ദേവസ്വം വകുപ്പിന്റെ ദേവാരണ്യം പദ്ധതിയുടെ ഭാഗമായി തേക്കിൻകാട് മൈതാനത്ത് വൃക്ഷത്തൈകൾ നട്ടു. കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ രവീന്ദ്രൻ ആദ്യ ചെടിനട്ട ഉദ്ഘാടനം നിർവഹിച്ചു. TMA പ്രസിഡന്റ് സിജോ പോന്നൂർ, സെക്രട്ടറി ജാക്സൺ ഡേവിഡ് പ്രതാപൻ, ദേവസ്വം അസിസ്റ്റന്റ് കമ്മീഷണർ M മനോജ്, വടക്കുന്നാഥൻ ദേവസ്വം മാനേജർ ലക്ഷ്മി പ്രകാശ് എന്നിവർ പങ്കെടുത്തു. തൃശൂർ സഹൃദവേദിയുടെ വജ്രജൂബിലി വർഷത്തോടനുബന്ധിച്ച് ഓണക്കാവ്യ സായാഹ്നവും മീഡിയ അവാർഡ് സമർപ്പണവും നടന്നു. സാഹിത്യ അക്കാദമിയിൽ നടന്ന സമ്മേളനം കേരള കലാമണ്ഡലം വൈസ് ചാൻസലർ ഡോക്ടർ B അനന്തകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. സഹൃദയവേദി പ്രസിഡന്റ് ഡോക്ടർ PN വിജയകുമാർ അധ്യക്ഷത വഹിച്ചു. ജസ്റ്റിസ് MR ഹരിഹരൻ നായർ അവാർഡ് സമർപ്പണം നടത്തി. സുഭാഷ് ചന്ദ്രൻ അവാർഡ് ഏറ്റുവാങ്ങി. ഡോക്ടർ PV കൃഷ്ണൻ നായർ, ഡോക്ടർ ജോർജ് മേനച്ചേരി, ബേബി മൂക്കൻ, പ്രൊഫസർ VA വർഗീസ്, ഫാദർ ദേവസി പന്തലൂക്കാരൻ തുടങ്ങിയവർ സംസാരിച്ചു. ഇനി വാണിജ്യം. ആതുര സേവന രംഗത്ത് 4 പതിറ്റാണ്ട് കാലത്തെ സേവന പാരമ്പര്യമുള്ള തൃശൂർ അശ്വിനി ഹോസ്പിറ്റലിൽ നവീകരിച്ച ന്യൂറോ സയൻസ് ആൻഡ് സ്പൈൻ OP വിഭാഗം പ്രവർത്തനം ആരംഭിച്ചു. അശ്വിനി ഹോസ്പിറ്റലിന്റെ 3ാം നിലയിൽ അത്യാധുനിക രീതിയിൽ നവീകരണം പൂർത്തിയാക്കിയ ന്യൂറോ സയൻസ് ആൻഡ് സ്പൈൻ വിഭാഗം IMA തൃശൂർ പ്രസിഡന്റ് ഡോക്ടർ ബേബി തോമസ് ഉദ്ഘാടനം ചെയ്തു. ആതുര സേവന രംഗത്ത് 4 പതിറ്റാണ്ടുകൾ പാരമ്പര്യമുള്ള അശ്വിനി ആശുപത്രിയുടെ നവീകരിച്ച ന്യൂറോ സ്പൈൻ വിഭാഗം ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ന്യൂറോ ICU, ന്യൂറോ പേഷ്യൻസ് വിഭാഗം, അഡ്മിഷൻ എന്നിവയോടൊപ്പം OP വിഭാഗവും ഒരേ നിലയിൽ പ്രവർത്തനം ആരംഭിച്ചത് രോഗികൾക്ക് കൂടുതൽ പ്രയോജനകരമാകുമെന്ന് ഡോക്ടർ ബേബി തോമസ് പറഞ്ഞു. അശ്വിനി ഹോസ്പിറ്റൽ മാനേജിംഗ് ഡയറക്ടർ KK സുഗതൻ, വൈസ് ചെയർമാൻ MU ഉണ്ണികൃഷ്ണൻ, മെഡിക്കൽ ഡയറക്ടർ VG സുരേഷ്, എക്സിക്യൂട്ടീവ് ഡയറക്ടർമാരായ AS ധർമ്മൻ, IN രാജേഷ്, AC പ്രേമാനന്ദൻ, സീനിയർ യൂറോളജിസ്റ്റും ഡയറക്ടറുമായ ഡോക്ടർ AC വേലായുധൻ, ന്യൂറോ ആൻഡ് സ്പൈൻ സർജൻ ഡോക്ടർ ആൽഫ്രഡ് മൈക്കിൾ, ന്യൂറോളജിസ്റ്റുമാരായ ഡോക്ടർ സുധർ ശ്രീകുമാർ, ഡോക്ടർ രഘുനാഥ്, ജനറൽ മാനേജർ PK രാജു, ഓപ്പറേഷൻസ് മാനേജർ VP പ്രജേഷ്, മറ്റു ഡോക്ടർമാർ, ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു. ഫുഡ്സ് ആൻഡ് കാറ്ററിംഗ് മേഖലയിൽ 17 വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള അഡാട്ട് ജോർജ് ഫുഡ്സ് ആൻഡ് കാറ്റേഴ്സിന്റെ ആഭിമുഖ്യത്തിൽ ഓണാഘോഷം വിപുലമായ പരിപാടികളോടെ സംഘടിപ്പിച്ചു.
അടാട്ട് ചിറ്റിലപ്പള്ളി റോഡിൽ ഈറ്റക്കുളം ലൈൻ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ജോർജ് ഫുഡ്സ് ആൻഡ് കാറ്ററേഴ്സിന്റെ ഓഫീസ് അങ്കണത്തിൽ നടന്ന ഓണാഘോഷ പരിപാടിയിൽ തൊഴിലുടമയും ജീവനക്കാരും തൊഴിലാളികളും പങ്കാളികളായി. ആഘോഷ പരിപാടികളുടെ ഭാഗമായി പൂക്കള മത്സരം, പാരമ്പര്യവും രുചിയും ഒത്തുചേരുന്ന വിഭവസമൃദ്ധമായ ഓണസദ്യ, പുലികളുടെയും താളമേളങ്ങളുടെയും അകമ്പടിയോടെ മാവേലിയെ വരവേറ്റുകൊണ്ടുള്ള ഘോഷയാത്ര എന്നിവയും അരങ്ങേറി. തുടർന്ന് നടന്ന ഓണാഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം ജോർജ് ഫുഡ്സ് ആൻഡ് കാറ്ററേഴ്സ് മാനേജിംഗ് ഡയറക്ടർ ജോർജ് ഡേവിസും കുടുംബാംഗങ്ങളും ചേർന്ന് നിലവിളക്ക് തെളിയിച്ച് നിർവഹിച്ചു. ചടങ്ങിൽ ജീവനക്കാരെ മൊമന്റോ നൽകി ആദരിച്ചു. ജീവനക്കാർക്കെല്ലാം ഓണക്കോടിയും വിതരണം ചെയ്തു. തുടർന്ന് തൊഴിലാളികളുടെയും ജീവനക്കാരുടെയും നേതൃത്വത്തിൽ വിവിധ ഓണക്കളി മത്സരങ്ങളും അരങ്ങേറി. വിജയികൾക്ക് ക്യാഷ് പ്രൈസും സമ്മാനങ്ങളും വിതരണം ചെയ്തു. തൃശൂരിന് പുറമെ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിലും സംസ്ഥാനത്തിനു പുറത്തും രുചി വൈവിധ്യങ്ങളുമായി ജോർജ് ഫുഡ്സ് കാറ്ററേഴ്സിന്റെ സേവനങ്ങൾ ലഭ്യമാണ്. കൂടാതെ അടാട്ട് സെന്റർ, പറപ്പൂർ, പേരാമംഗലം എന്നിവിടങ്ങളിൽ ജോർജ് ഫുഡ്സിന്റെ ടേക്ക് അവേ ഹട്ടുകളും പ്രവർത്തിച്ചു വരുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് 9495227110 8129825600. തൃശൂരിലെ സ്വർണ്ണ വജ്രാഭരണ വിപണന രംഗത്ത് 4 പതിറ്റാണ്ട് പാരമ്പര്യമുള്ള അഡോറ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികാഘോഷത്തിന്റെ നിറവിൽ ഓണത്തെ വരവേൽക്കാനൊരുങ്ങി. തൃശൂർ ഇക്കണ്ടവാരി റോഡിൽ പ്രവർത്തിക്കുന്ന അഡോറ ഗോൾഡൻ ഡയമണ്ട്സിൽ വാർഷികാഘോഷവും ഓണവും പ്രമാണിച്ച് നിരവധി ഓഫറുകളാണ് സെപ്റ്റംബർ 10 വരെ ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിരിക്കുന്നത്. വിലയിൽ 5% നൽകി 1 മാസത്തേക്ക് സ്വർണ്ണാഭരണങ്ങൾ മുൻകൂറായി ബുക്ക് ചെയ്യാനുള്ള സൗകര്യം, പഴയ സ്വർണം മാറ്റിയെടുക്കുമ്പോൾ പവന് 800 രൂപ അധികം, ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50%, 1 ക്യാരറ്റിൽ 25,000 രൂപയും കിഴിവ്, ഈ ദിവസങ്ങളിൽ പർച്ചേസ് ചെയ്യുന്നവർക്ക് ഉറപ്പായ സമ്മാനങ്ങൾ തുടങ്ങിയ ഓഫറുകളാണ് ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിരിക്കുന്നത്. വിവാഹ പാർട്ടികൾക്കായി വൈവിധ്യമാർന്ന ആഭരണങ്ങളുടെ കമനീയമായ ശേഖരവും ആകർഷകമായ കിഴിവോടെ ഷോറൂമിൽ ഒരുക്കിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് 9995924555. സാമൂഹിക ഇടപെടലുമായി ലിയോസ് ഗോൾഡൻ ഡയമണ്ട്സ് മെഗാ ഓണ മഹോത്സവം വ്യാഴാഴ്ച തൃശൂരിൽ നടക്കും. തൃശൂർ ജില്ലയിലെ വിവിധ പഞ്ചായത്തുകളെ സംയോജിപ്പിച്ചാണ് ഓണാഘോഷം സംഘടിപ്പിക്കുന്നതെന്ന് ലിയോസ് ഗോൾഡൻ ഡയമണ്ട് സാരഥികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പള്ളിക്കുളം കാൽഡിയൻ സെന്ററിൽ നടക്കുന്ന ഉദ്ഘാടന ചടങ്ങിൽ രാജൻ ജെ പല്ലൻ MLA, മേയർ ഡോക്ടർ നിജി ജസ്റ്റിൻ, അഭിനേതാക്കളായ ദേവി ചന്ദന, ജയരാജ് വാര്യർ തുടങ്ങിയവരാണ് മുഖ്യാതിഥികൾ. ഓണാഘോഷങ്ങളുടെ ഭാഗമായി 80ഓളം വനിതകൾക്ക് തയ്യൽ മെഷീനുകൾ വിതരണം ചെയ്യും. ഇതോടൊപ്പം 3000 പേർക്ക് ഓണപ്പുടവയും കുടുംബങ്ങൾക്ക് സാമ്പത്തിക സഹായവും നൽകും. തിരുവാതിരക്കളി മത്സരം, വടംവലി മത്സരം എന്നിവയും ഉണ്ടായിരിക്കും. വിജയികൾക്ക് ക്യാഷ് അവാർഡ് സമ്മാനിക്കും. ലിയോസ് വെഡിംഗ് മഹോത്സവം എന്ന പേരിൽ ആകർഷകമായ ഓഫറുകളും ഒരുക്കിയിട്ടുണ്ട്. വിവാഹ ആവശ്യങ്ങൾക്ക് വലിയ അളവിൽ ആഭരണങ്ങൾ വാങ്ങുന്ന കുടുംബങ്ങൾക്ക് ഹോൾസെയിൽ വിലയിൽ ലഭ്യമാക്കും. ഏറ്റവും കുറഞ്ഞ വിലയിൽ അഡ്വാൻസ് ബുക്കിംഗ് സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. ഓണാഘോഷങ്ങൾക്ക് കൂടുതൽ മിഴിവേകി 0% അഡ്വാൻസ് ബുക്കിംഗ് സൗകര്യവും 1% മുതൽ പണിക്കൂലിയിൽ വിവാഹാഭരണങ്ങൾ സ്വന്തമാക്കാനുള്ള അവസരവും ഒരുക്കിയിട്ടുണ്ട്. എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങളുമുണ്ട്. വാർത്താ സമ്മേളനത്തിൽ മാനേജിംഗ് ഡയറക്ടർമാരായ VJ ലിയോ, സീൽദ ലിയോ, മീഡിയ പാർട്ണർ വിജിൽ കുമാർ, മാനേജർ ശരത് ജയശങ്കർ, ഡൊണാൾഡ് പൌലോസ് എന്നിവർ പങ്കെടുത്തു. TCV ന്യൂസ്, തൃശൂർ. തൃശൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന പ്രമുഖ ധനകാര്യ വ്യവസായ സ്ഥാപനമായ ഫ്യൂച്ചർ ക്രെഡിറ്റ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ്സ് NBFC കോർപ്പറേറ്റ് ഓഫീസിന്റെയും പുതിയ ബ്രാഞ്ചിന്റെയും ഉദ്ഘാടനം ശനിയാഴ്ച നടക്കും. തൃശൂർ ഓളരിയിൽ നിയാർ റീജൻസിക്ക് സമീപം കൈലാസം ടവറിൽ ശനിയാഴ്ച രാവിലെ 10:45 സിനിമാ താരങ്ങളായ ആസിഫ് അലിയും ഷാജോണും ചേർന്ന് കോർപ്പറേറ്റ് ഓഫീസിന്റെയും പുതിയ ബ്രാഞ്ചിന്റെയും ഉദ്ഘാടനം നിർവഹിക്കും. ഫ്യൂച്ചർ വെൽത്ത് ഗ്രൂപ്പ് ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ PR രാജേഷ്, തൃശൂർ MLA രാജൻ ജെ പല്ലൻ എന്നിവർ വിശിഷ്ട അതിഥികളായിരിക്കും. യോഗക്ഷേമൻ ലോൺ CEO ഉണ്ണികൃഷ്ണൻ, തൃശൂർ കോർപ്പറേഷൻ കൗൺസിലർ ES ബാബുരാജ്, നേത്ര ഹോസ്പിറ്റൽ സീനിയർ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സിദ്ധാർത്ഥ ശങ്കർ, SBI റിട്ടയർഡ് ഡെപ്യൂട്ടി ജനറൽ മാനേജർ K പ്രസന്ന രാജു, NCA സംസ്ഥാന പ്രസിഡന്റ് ഡേവിസ് പാലത്തിങ്കൽ, കമ്പനി സെക്രട്ടറി VR മനോജ് കുമാർ, ഫ്യൂച്ചർ വെൽത്ത് ഗ്രൂപ്പ് ഡയറക്ടർമാർ തുടങ്ങിയവർ പങ്കെടുക്കും. കേരളം, തമിഴ്നാട്, കർണാടക സംസ്ഥാനങ്ങളിൽ സാന്നിധ്യമുള്ള ഫ്യൂച്ചർ വെൽത്ത് ഗ്രൂപ്പ്
ഗോൾഡ് ലോൺ, ഡെപ്പോസിറ്റ്സ്, ഡിബഞ്ചേഴ്സ്, മോർട്ടേജ് ലോൺ, ബിസിനസ് ലോൺ, പ്രോപ്പർട്ടി ലോൺ, വെഹിക്കിൾ ലോൺ, അഗ്രികൾച്ചറൽ ലോൺ, പേഴ്സണൽ ലോൺ മേഖലകളിൽ ബിസിനസ് ചെയ്തു വരുന്നു. ഫ്യൂച്ചർ വെൽത്ത് ഗ്രൂപ്പിന് 3 സംസ്ഥാനങ്ങളിലായി നിലവിൽ 60ഓളം ബ്രാഞ്ചുകളാണുള്ളത്. ഈ വർഷം 10ഓളം പുതിയ ബ്രാഞ്ചുകൾ ആരംഭിക്കും. അടുത്ത 5 വർഷത്തിനുള്ളിൽ ഇന്ത്യയൊട്ടാകെ ബ്രാഞ്ചുകൾ ആരംഭിക്കാനും കമ്പനി ലക്ഷ്യമിടുന്നു. തൊഴിലാളികളുടെയും ഡയറക്ടർ ബോർഡിന്റെയും ഒത്തുചേർന്നുള്ള പ്രോത്സാഹനമാണ് ഫ്യൂച്ചർ വെൽത്തിന്റെ വിജയമെന്ന് ഫ്യൂച്ചർ വെൽത്ത് ഗ്രൂപ്പ് ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ PR രാജേഷ് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഡയറക്ടർമാരായ സജിമോൾ രാജേഷ്, ചിന്നമ്മ വിൻസെന്റ്, കവിത മണികണ്ഠൻ എന്നിവരും പങ്കെടുത്തു. ഇന്നത്തെ സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 14,205 രൂപ, പവന് 1,13,640 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. വീണ്ടും പ്രധാന വാർത്തകളിലേക്ക്. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യം. സ്വപ്നങ്ങൾ തിരിച്ചു പിടിക്കാൻ TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. ഡിവൈഎഫ്ഐ സംസ്ഥാന സമ്മേളനത്തിന് തൃശൂരിൽ കൊടി ഉയർന്നു. വ്യാഴാഴ്ച നടക്കുന്ന പ്രതിനിധി സമ്മേളനം ചലച്ചിത്ര നടൻ പ്രകാശ് രാജ് ഉദ്ഘാടനം ചെയ്യും. തൃശൂരിന്റെ തനത് കലാരൂപമായ പുലിക്കളിയെയും കലാകാരന്മാരെയും അപകീർത്തിപ്പെടുത്തുന്ന സമൂഹമാധ്യമ പോസ്റ്റുമായി ചലച്ചിത്ര നടൻ VK ശ്രീരാമൻ. പരാമർശം പിൻവലിച്ച VK ശ്രീരാമൻ മാപ്പ് പറയണമെന്ന് അയ്യന്തോൾ പുലിക്കളി ദേശം. തൃശൂർ ജില്ലയ്ക്ക് എയിംസ് അനുവദിക്കുകയാണെങ്കിൽ പീച്ചിയെ പരിഗണിക്കണമെന്ന് K രാജൻ MLA. ആരോഗ്യ ടൂറിസം മേഖലകളെ ഒരുമിച്ച് വളർത്താൻ പീച്ചിയാണ് ഏറ്റവും അനുയോജ്യമായ സ്ഥലമെന്ന് MLA. കൊല്ലൂർ ചിയ്യാരത്ത് MDMAയുമായി റിട്ടയേർഡ് SP-യുടെ മകനും കൂട്ടാളിയും പിടിയിൽ. റിട്ടയേർഡ് SP ഉണ്ണിരാജയുടെ മകൻ അഭിജിത്ത്, സുഹൃത്ത് വിയൂർ സ്വദേശി റോജർ V ദേവസി എന്നിവരാണ് അറസ്റ്റിലായത്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.